യൂദ എഴുതിയ ലേഖനം. ആദിമസഭയിലും ഈ കാലത്തെ പോലെ ദുരുപദേഷ്ടാക്കളും കള്ളപ്രവാചകന്മാരും വിശ്വാസികളെ അവരുടെ ക്രിസ്തീയ സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചിരുന്നു. ഈ ലേഖനത്തിന്റെ രചയിതാവ് ഇത്തരം വ്യാജ ഉപദേശങ്ങൾക്കെതിരെ ചില സഭകളെ ഉദ്ബോധിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് അതിന് ധാരാളം ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സഭകളെ ഉപദേശിക്കുന്നത്. മോശയുടെ ആരോഹണം, ഈനോക്ക് എന്നീ കാനോനികമല്ലാത്ത പുസ്തകങ്ങളിൽ നിന്നും ഉദ്ധരണികളുണ്ട്. സഭയിൽ ദൈവമില്ലാത്ത ആളുകൾ നുഴഞ്ഞുകയറിയിരിക്കുന്നതിൽ ലേഖനകർത്താവ് വളരെ കുണ്ഠിതപ്പെട്ടിരുന്നു. ദൈവം ക്ഷമിക്കുന്നവനാണ്, അതുകൊണ്ട് ഇഷ്ടംപോലെ അധാർമിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഈ നുഴഞ്ഞുകയറ്റക്കാർ വാദിച്ചിരുന്നു. അവർ യേശുക്രിസ്തുവിനെ നിഷേധിച്ചു. ദൈവമില്ലാത്ത ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ പിടിയിൽപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വായനക്കാരെ ആഹ്വാനം ചെയ്യുന്നു. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നുപദേശിക്കുന്നു. തങ്ങളെ തന്നെ നിർമ്മലരായി സൂക്ഷിക്കുവാനും സംശയിക്കുന്നവരോട് കരുണ കാണിക്കുവാനും നശിച്ചുപോകുന്നവരെ രക്ഷിക്കുവാനും ആജ്ഞാപിക്കുന്നു. ലേഖനകർത്താവ് യൂദ ആണെന്നാണ് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നത്. യാക്കോബും യൂദായും യേശുവിന്റെ സഹോദരന്മാരായിരുന്നുവെന്ന് മത്തായി 13:55, മർക്കോസ് 6:3 വാക്യങ്ങളിൽ കാണുന്നു. യാക്കോബ് അപ്പോസ്തലൻ യെരുശലേമിലെ സഭയുടെ നേതാവായിരുന്നു. പലസ്തീനിലെ ആദിമസഭയിൽ യൂദായും ഒരു നേതാവായിരുന്നിരിക്കാം. ഈ ലേഖനം അന്ന് ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയതെന്ന് ഖണ്ഡിതമായി പറയാൻ സാധ്യമല്ല. മിക്കവാറും യഹൂദ ക്രിസ്ത്യാനികളെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് യാക്കോബിന്റെയും യൂദയുടെയും മരണശേഷം ആരോ എഴുതിയതാണെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അവർ അതിന് പറയുന്ന കാരണം ലേഖനത്തിൽ എതിർത്തിരിക്കുന്ന വിപരീതോപദേശങ്ങൾ ആദ്യ തലമുറയിൽ വലിയ പ്രശ്നം അല്ലായിരുന്നു എന്നാണ്. 1-2 അഭിവാദനം, 3 മുതൽ 16 വരെ വ്യാജ ഉപദേഷ്ടാക്കൾ, 17 മുതൽ 23 വരെ മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും, 24-25 ഉപസംഹാരം. യൂദ എഴുതിയ ലേഖനം, അധ്യായം 1. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിനു പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്കു ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ടു തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്നു രക്ഷിച്ചിട്ടു വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സൊദോമും ഗൊമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്കു സമമായി ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അങ്ങനെ തന്നെ ഇവര് സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാന ദൂതനായ മിക്കായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർക്ക് അയ്യോ കഷ്ടം! അവർ കയ്യിന്റെ വഴിയിൽ നടക്കയും കൂലി കൊതിച്ച് ബിലേയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞുകിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ആദാം മുതൽ 7-ാമനായ ഹനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു.
അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരായി സ്വതന്ത്രമോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പു പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പൊസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മിക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്കു ഭയത്തോടെ കരുണ കാണിപ്പിൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിനു തന്നെ സർവ്വകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാവട്ടെ. ആമേൻ.